LKLS സ്റ്റാർ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ പേജ് നമ്പർ 15 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് രണ്ടെണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർഡ് വണ്ണാണ്. ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താ വെച്ചാൽ റൈറ്റ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ തേർഡ് വണ്ണാണ് കേട്ടോ ചെയ്യാൻ പോണേ. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. എന്താണ്? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സീക്വൻസ് എഴുതാൻ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഈ കിടക്കുന്നത്. ഒന്നിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഇതാ നോക്കിയേ, കണ്ടോ? 1, 11, 1ൽ അവസാനിച്ചു. 21, 1ൽ എൻഡ് ചെയ്തു അല്ലേ? 31, 1ൽ എൻഡ് ചെയ്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകും. അതിൽ nth ടേം വരെ. ലാസ്റ്റ് നമുക്ക് നമ്പർ ഏതോ ആവാം, അതുകൊണ്ട് അവിടെ n കൊടുത്തു. കണ്ടോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 അതിൻ്റെ സീക്വൻസ് നിങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആദ്യം 1 എഴുതാം, ദെൻ 1 1, കണ്ടോ? 1ൽ അവസാനിച്ചു. 21, 31, 41, 51, അങ്ങനെ പോയി nth ടേം വരെ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചെയ്യാവുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പൊസിഷൻ എന്നും ടേം എന്നും കൂടെ എഴുതുക. അതായത് ഒന്നാമത് നമ്മൾ എഴുതിയ നമ്പർ ഏതാണ്? 1 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ്? 1. രണ്ടാമത് എഴുതിയത് എന്താണ്? 11 ആണ്. സോ അതിൻ്റെ പൊസിഷൻ 2 ആണ്. തേർഡ് എഴുതിയത് 21, അങ്ങനെ ഫോർത്ത് 31. സോ ഈ ഓരോ നമ്പറിൻ്റെ സ്ഥാനമാണ് ഈ പൊസിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പോയി എവിടെ വരെ വരും? nth വരെ വരും. അപ്പോൾ ഈ ഒരു നമ്പർ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പൊസിഷനും ഈ നമ്പറുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഉള്ളത്? ഈ പൊസിഷൻ്റെ കൂടെ എന്ത് ചെയ്താൽ ഈ 11 കിട്ടും? ഫസ്റ്റ് വൺ അവിടെ നിന്നോട്ടെ, സെക്കൻഡ് വണ്ണിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ പൊസിഷൻ്റെ കൂടെ എന്ത് ചെയ്താലാണ് ഈ നമ്പർ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇത് നോക്കി ഇവിടെ എടുത്തിരിക്കുന്നത് 2 × 10. അപ്പോൾ എത്ര കിട്ടി? 20. ദെൻ -9. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? 11 കിട്ടി. അടുത്തത് ഏതാണ്? 21. 21ൻ്റെ പൊസിഷൻ ഏതാണ്? 3 ആണ്. സോ 3 × 10 -9. കണ്ടോ? ഈ 10 - 9 തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. പൊസിഷൻ എന്താണ്? മാറി വരുന്നുണ്ട്. ഇതോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ 3 × 30 മീൻസ് വാട്ട്? 30 - 9 = 21. ദെൻ അഗെയിൻ ഫോർത്ത് പൊസിഷൻ അല്ലേ? ഫോർത്ത് പൊസിഷനിലും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? 4 × 10 - 9. സോ 4 × 10 വാട്ട്? 40 - 9 = 31. അങ്ങനെ നമ്മളിങ്ങനെ ഇനിയും കുറേ നമ്പേഴ്സ് ഇതിൻ്റെ ഇടയിലുണ്ട്. സോ എല്ലാം നമ്മൾ എഴുതുന്നത് ഇങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് പോവുക കേട്ടോ. ഇവിടെയും ഉണ്ട്. ലാസ്റ്റ് nth വരുമ്പോൾ എന്ത് ചെയ്യണം? കണ്ടോ? പൊസിഷൻ നമ്പർ n ആണ്. സോ n × 10 - 9. അത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 10n - 9. സോ ഇതായിരിക്കും നമ്മുടെ എന്തെന്നാ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന എന്താ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, എന്തുകൊണ്ടാണ് 2 × 10 ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലേ? അങ്ങനെ എടുത്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മളുടെ ആൻസർ നമുക്കിവിടെ കിട്ടുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ലാസ്റ്റത്തെ എടുക്കുക, ഈ 1നെ വെച്ചിട്ട്. ഇപ്പോൾ 1 × 10 - 9 എന്ന് ചെയ്യാം. നോക്കിയേ, 10 × 1 എന്താണ്? 10 ആണ് അല്ലേ? -9 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ ഇത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം മാത്രം ഇത് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് 2 × 10 തന്നെ എടുത്തതെന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതൊന്ന് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ്, ഇപ്പോൾ 2 പൊസിഷൻ 2 ആണ്, അതിൻ്റെ കൂടെ ഒരു 2 ഇട്ടു നോക്കിക്കേ, നമുക്ക് എന്താ കിട്ടുക? 4 ആണ് അല്ലേ? ഈ 11 ആവാനായിട്ട് നമുക്ക് ഇനിയും എന്ത് കൊടുക്കണം? ഇതിൻ്റെ കൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. +7 ചെയ്താലല്ലേ വരുള്ളൂ 11. അപ്പം നമ്മളിപ്പോൾ 2 × 2 +7 എന്നൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും 2 2s are 4. 4 + 7 എത്ര കിട്ടി? 11. അത് കഴിഞ്ഞ് അടുത്ത ടേം എടുക്കുക അല്ലേ? 3 × 2 എത്ര കിട്ടി? 6. ഈ 6 + 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? നമ്പർ മാറിപ്പോയി അല്ലേ? എത്ര കിട്ടുക? 13. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ആരാണ്? 21 ഒക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ആരാ? 13. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരോ നമ്പർ ഇവിടെ ഇട്ട് നോക്കി വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എന്താണ്? ഈ 2ൻ്റെ കൂടെ 10 ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ട് എല്ലാത്തിലും അത് എന്ത് തന്നെ വേണം? 10 - 9. പക്ഷേ ഇവിടെ നമുക്കത് സാധ്യമാവോ? പറ്റില്ല അല്ലേ? അപ്പോൾ ഓരോ നമ്പർ നിങ്ങൾ ഇട്ട് നോക്കുക. അതിൽ വരുമ്പോൾ നമ്മൾക്ക് ഈ ഒരു നമ്പർ മാത്രമേ എന്തായിട്ട് വരുള്ളൂ? നമ്മുടെ ആൻസറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ nth നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കിട്ടി? n എന്നുള്ള പൊസിഷൻ ഇൻറ്റു
ഈ 10 - 9. സോ 10 × n വാട്ട് 10n - 9. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ഈസ് വാട്ട് 10n - 9. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? xn = 10n - 9. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം കേട്ടോ.